ഇത് കണ്ട കൂട്ടുകാരൻ അനോയിച്ച് ഗിഫ്റ്റായിട്ട് വന്നതാണ്. ഗിഫ്റ്റല്ല, അവൻ്റെ വീട്ടിൽ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അവൻ എനിക്കത് അത് മേടിക്കാൻ പോകണതിൻ്റെ വീഡിയോ അതിൽ കാണിക്കാൻ പോകണത്. അവൻ 2-3 ദിവസം എന്നെ വിളിക്കണം. അന്നത് വെട്ടി വെച്ചത് പച്ചയെന്നാണ് പറഞ്ഞത്. ഞാൻ പോകാൻ മടിച്ച് സംഭവം പഴുത്തു. സംഭവം ഭാഗ്യവന്മാരല്ലോ മാളും അവരൊക്കെ. അവർ വന്നപ്പോൾ എന്ത് വെച്ചതുകൊണ്ട് പിന്നെ വാഴക്കോല എങ്ങനെ വെച്ചെടുത്തു. പരിപാടി എന്നെ ഉയർന്നു. പിന്നെ ഓക്കെ അന്നോയിട്ട് വിളിച്ചിട്ട് നീ എവിടെ ഒന്ന് വരാൻ പറ്റുമോ ചോദിച്ചു. സ്വാഭാവികമായിട്ട് വരാമെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ എന്താ വെച്ചപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് 10 വരെ പഠിച്ചിട്ടുള്ളൂ. ഇതുവരെ 10 വരെ പഠിച്ചതിൽ കുറച്ച് പേരെ ഇപ്പോൾ കോണ്ടാക്റ്റ് ഉള്ളൂ. ആ കോണ്ടാക്റ്റ് ഉള്ളതിൽ ഒരാളാണ് ഇപ്പോൾ അവൻ. അവൻ എന്തിനെ വിളിച്ചതെന്നുള്ളത് രസമാണ്, നിങ്ങൾ കാണണം. ഞങ്ങളിതൊന്ന് പുതുക്കുക, അതായത് ഫ്രണ്ട്ഷിപ്പ് പുതുക്കിയത് കഴിഞ്ഞൊരു മാസമായിട്ടുള്ളൂ. ഇപ്പോൾ അവൻ എന്നെ വിളിച്ചു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അവൻ്റെ അടുത്തേക്ക് ചെല്ലാൻ വേണ്ടി വിളിച്ചു. ഞാനൊന്ന് പോയി നോക്കട്ടെ. എന്തായാലും നിങ്ങൾ നമുക്ക് അവൻ്റെ വീട്ടിൽ പോയി നോക്കാം. എന്തിനാ വിളിച്ചതെന്ന് അറിയണമല്ലോ. നിങ്ങളെന്തായാലും ഞെട്ടും, ഞാനും ഞെട്ടിക്കാൻ പറ്റും ഉറപ്പാണ്. ഞാനെന്തായാലും അവനൊന്ന് വിളിച്ചിട്ട് വേഗം അങ്ങോട്ടൊന്ന് പോയി നോക്കട്ടെ. കാരണം സമയം ഭയങ്കര ഇരുട്ടാവാറായിട്ടൊന്നുമില്ല. ജസ്റ്റ് വേണേ നോക്കുക. ഇതാണ് അവസ്ഥ. കുഴപ്പമൊന്നുമില്ല. അവൻ്റെ അടുത്ത് പോയിട്ടേ അവൻ എന്തിനാ വിളിച്ചതെന്ന് അറിയട്ടെ. വീഡിയോ ഓൺ ആക്കിയിട്ട് തന്നെ പോകുള്ളൂ. അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ വീഡിയോ ഓൺ ആക്കാണ്ട് വരില്ല കേട്ടോ ഒരു വഴിക്കുന്നത്. നോക്കി നോക്കാം. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മളെ പുഴയിൽ നമ്മളെ പിള്ളേർ ചൂണ്ടിടാൻ വേണ്ടി. അപ്പോൾ എൻ്റെ അനിയനും ടീമൊക്കെ അവിടെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് മോൻ കാണിക്കാം, എന്നിട്ട് നമുക്ക് വേഗം അവൻ്റെ അടുത്തേക്ക് പോകാം. ഓക്കെ, അക്കോർഡിംഗ് ടു എന്ത് ചെയ്യലായാലും ഹെൽമെറ്റ് ഈസ് മാൻഡേറ്ററി. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ള പരിപാടി നമുക്ക് വന്നപ്പോൾ വാവിൻ ടീമും കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പോൾ അവരോടെ പരിപാടികൾ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഞാൻ അധികം നേരം അവിടെ നിന്നില്ല. നല്ല കൊതുകടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ അവിടെ വിട്ടു. പിന്നെ അവർക്കും ഭയങ്കര മടി. ഇവൻ്റെ വീട് ഞാൻ കഴിഞ്ഞ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടാവും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന കാരണം വളരെ അടുത്താണ്. ഞങ്ങളുള്ള ഒരു സി പോലൊരു വളവാണ്. 2 അറ്റത്ത് ഞങ്ങളെ വീടുകൾ. ഞാൻ വന്നപ്പോൾ അവനവിടെ ഭയങ്കര പരിപാടിയില്ല. പട്ടികളൊക്കെ ആയിട്ട് പുറത്ത് പോകാനുള്ള പരിപാടിയായിരുന്നു. ഇവനാണെങ്കിൽ എന്നെ എപ്പോഴും ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. എന്നെ കണ്ട കടിച്ച് കയറാനുള്ള ഒരു ഇഷ്ടത്തിലാണ് നിൽക്കുന്നത്. എന്നാണ് അവൻ നല്ല കൂടെ ചാടി കയറി വരും. എന്തിനാ വിളിച്ചത്? ഇതെവിടുന്ന നീ വാഴക്കല പറമ്പിലുണ്ടായത് അങ്ങോട്ട് അലക്കിയില്ലേ? അപ്പം എന്നെ വിളിച്ച് സാധനം കാണിച്ചു തരാം. ചെക്കൻ്റെ പരിപാടിയാ. ഈ വണ്ടിയിലെ ഫ്രണ്ടിലേക്കുണ്ട്. അവൻ്റെ പറമ്പിൽ വാഴക്കൊല അത്ര പഴുത്ത് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച് ഈ കവറിൽ ഒരു കൊലയാണ്, ചെറിയൊരു കൊല. അപ്പോൾ ഓക്കെ, ഇതായിരുന്നു സംഭവം. നമ്മളെന്തായാലും വേറൊരു ദിവസം വേറൊരു വഴിക്ക് പോകുന്നുണ്ട്. അപ്പോൾ ബാക്കി അപ്പം കാണാം. നമ്മൾ തിരിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പോയിട്ട് ഒന്ന് 2 ഡയലോഗ് പറഞ്ഞിട്ട് തന്നെ കാര്യം. കുഴപ്പമില്ല. പിന്നെ ഞാൻ ചെക്കൻ ഇതിലേതാണ്? വെള്ളമാണ്. അപ്പൊ ഒരു ബായ് അടിച്ചറാ. ചെറിയ ഷോർട്ട് വീഡിയോയില് ഒരു ബായ് അടി. എന്നെ ഈ വില്ലന്മാരുടെ അടുത്തൊരു ബായൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി. വാഴക്കൊലക്ക് അഭിപ്രായം പറ. ആരെങ്കിലും മറ്റേ അഭിപ്രായം പറയില്ല. പറ. കഴിച്ചോക്ക്. പനിയുള്ളൊരു പഴം കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഉമ്മച്ചിക്ക് നല്ല പനി, അത് കാരണം പഴമൊന്നും കഴിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അഭിപ്രായം പറ. ടേസ്റ്റുണ്ടാ? അതെട്ടോ. നമ്മൾ അവൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കുറച്ച് സ്നാക്സും കാര്യങ്ങളും മേടിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൽ മാളും അളിയനും വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഓക്കെ. അപ്പോൾ ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.